ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. ഇന്നേ നമുക്കൊരു തനി നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ബീഫ് വരട്ടിയതെന്നൊക്കെ വേണമെങ്കിലും പറയാം കേട്ടോ. എനിക്ക് ഈ ബീഫ് നന്നായിട്ട് കട്ട് ചെയ്യാനൊന്നും അറിയില്ല. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കസിനാണേ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കട്ട് ചെയ്തത്. എനിക്കെന്തോ ഇതിൻ്റെ ഒരു ടൈപ്പ്, എനിക്ക് ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ കുറച്ചും കൂടെ അറിയാം. ഇനി ബീഫ് കട്ട് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി കേട്ടോ. എനിവേ, എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ പീസൊക്കെ എടുത്ത് വെച്ചിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ ഫാമിലി നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. സോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അവർ മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവർ ഈ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് കഴിക്കുന്നതല്ലേ. അപ്പോൾ നമുക്കൊരു ക്രിസ്ത്യൻ ടൈപ്പിലൊക്കെ ഒരു ഊണ് കൊടുക്കാം എന്നാണ് വിചാരിച്ചത്. ലൈക്ക് ഈ ബീഫ് റോസ്റ്റ്, എരിശ്ശേരി, മോര് കാച്ചിയത് ഒക്കെ കൂട്ടിയിട്ട്. അങ്ങനെ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചു. കുറച്ച് കറി ലീവ്സ്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, കുറേയേറെ കൊച്ചുള്ളി, ഒരു സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ. ബീഫ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ട് കുറച്ച് പെപ്പറും സോൾട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ബീഫായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ചു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും നമ്മുടെ തേങ്ങാക്കൊത്തും ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം അത്രയും മതി. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ പോലെയൊക്കെ വരും, ചേഞ്ച് ആവുന്നത് മനസ്സിലാവും. പിന്നെ ഈ ബീഫ് റോസ്റ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സംഭവമാണ്. എന്നാലും എൻ്റെ ഒരു രീതിയാണ് കേട്ടോ ഇത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മ വെക്കുന്ന രീതി വേറെയാണ്, ഞാൻ വെക്കുന്ന രീതി വേറെയാണ്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ്. എനിവേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഓൾറെഡി ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ കുറച്ച് കാന്താരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ അവൾ ഇവിടുന്ന് പറയുക. പിന്നെ കുറച്ച് മസാലപ്പൊടി കൊടുത്തു വിടാൻ പറയും. അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊതിയുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞു വിടും. ഈ ഗൾഫിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര കൊതിയായിരിക്കുമല്ലോ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കും ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും കൊടുത്തു വിടണം എന്നാണ് വിചാരം. അപ്പോൾ ബുദ്ധിമുട്ടായോ എന്നുള്ളതും അറിയില്ല കേട്ടോ. എന്തായാലും ആൻറ്റിക്ക് എല്ലാം നമ്മൾ കൊടുത്ത് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ഐറ്റം മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഗസ്റ്റ് വന്നപ്പം എല്ലാം ഉണ്ടാക്കിയത് ഞാനാണ്. സോ ഇത് അടുക്കള അമ്മ ഏറ്റെടുത്തോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു. സോ ബീഫ് റോസ്റ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ബാക്കി അമ്മയാണ് കപ്പ, മീൻകറി, എരിശ്ശേരി, മോര് കാച്ചിയത്, തോരൻ അതെല്ലാം ഉണ്ടാക്കിയത് അമ്മയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ബ്ലബ്ല പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ കൊളായി പോവില്ലേ. അപ്പോൾ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പിന്നെ ആ സവോളയും കൂടെ ചേർത്തിട്ട് ഇതിനെയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ കംപ്ലീറ്റ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. സൺഫ്ലവർ അല്ല, നമ്മൾ നോർമൽ നല്ല വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഒരു നല്ല മണമൊക്കെ വരും. തേങ്ങാക്കൊത്തിൻ്റെയും ആ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നതിൻ്റെയൊക്കെ ഒരു നല്ല മണം വരും. നമുക്ക് ആ സമയത്ത് വേണം ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഓൾറെഡി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഭയങ്കര സിമ്പിൾ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെ, നമ്മുടെ ബീഫാണ് കേട്ടോ ഇത്. നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭയങ്കര റബ്ബറി ഒന്നും അല്ലായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മസാല ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് ബീഫ് കുക്ക് ചെയ്തത്. ആ ഒരു ഉദ്ദേശം, ആ ഒരു ഇത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചേ മസാല ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചേർത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ,
പിന്നെ ഞാൻ ചേർത്തത് കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് ഏറെ ചേർത്താലും കുഴപ്പമില്ല, വലിയ എരിവ് കാണില്ല. പക്ഷെ ഇവിടെ ബീഫിന് എനിക്ക് നന്നായിട്ട് എരിവ് ഇച്ചിരി ഇഷ്ടമാണ്. എന്നാലും ഞാൻ കുറച്ചായിട്ട്, ഇനി വരുന്നവർക്ക് കാണാം എരിവ് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും അതിനുശേഷം മീറ്റ് മസാലയും ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കി കഴിയുമ്പം ഇതിന്റെ ഷേപ്പൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് മനസ്സിലൊന്ന് എന്താ പറയാ, കുറച്ച് ഫോഴ്സ് ഒന്ന് കുറച്ചിട്ട് ഇളക്കിയാൽ മതി. ഓൾറെഡി ബീഫ് നന്നായിട്ട് കുക്കായതാണല്ലോ, അപ്പൊ ഈ ഗ്രേവി കിടന്നൊന്ന് സെറ്റ് ആവേണ്ട സമയം മതി. ഒന്ന് അടച്ചു വെച്ചേക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ ദേ നമ്മുടെ മസാലയെല്ലാം ബീഫിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് അടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും തീ കുറച്ചിടുക, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഓവർ കുക്ക്ഡ് ആവത്തില്ല, മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റ് ആവും. പിന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഡ്രൈ ആക്കുന്നില്ല, കാരണം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ. അപ്പം ചെറിയൊരു ഗ്രേവി വേണം എന്നായിരുന്നു അമ്മ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചതും പെരിഞ്ജീരകം മാത്രമാണ് കേട്ടോ, പെരിഞ്ജീരകം മാത്രം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു, അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ലൊരു മണമൊക്കെ വരും. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. ഒത്തിരി വാട്ടറി അല്ല, ഒത്തിരി അങ്ങ് ഡ്രൈയും അല്ല, എന്നാൽ ഒരു അതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പരുവത്തിലാണ് എടുത്തത്. ഇനി കുരുമുളക് പൊടി നിങ്ങൾക്ക് എത്രേ ഇട്ടാലും അത്രേ നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും എരിവ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി. വീട്ടിലെല്ലാവരും നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞത്, ഒരുപാട് ഇഷ്ടമായി. വന്നവരും കഴിച്ചു നന്നായിട്ട് കേട്ടോ. അവർക്ക് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ വയ്യാന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് ദേ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വന്നു. ലത എന്നാണ് ആൻറ്റിയുടെ പേര്. ലത ആൻറ്റിയും പിന്നെ അങ്കിളും മോളുമാണ്, ഒറ്റ മോളേ ഉള്ളൂ. അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് വന്നത്. നമ്മൾ അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഫുഡിന് ഇവിടെ ബാക്കി എന്തൊക്കെ അമ്മ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പയറ് തോരൻ, മോര് കാച്ചിയത്, പിന്നെ നമ്മുടെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ എരിശ്ശേരി. എനിക്ക് അമ്മയുടെ എരിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ വേറെ എന്താ, അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അങ്ങനെ കപ്പ വേവിച്ചതുണ്ടായിരുന്നു, മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു. അവർക്കൊക്കെ നന്നായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ കൈ ഇളക്കാനുള്ള സ്ഥലമില്ലായിരുന്നു, കൂട്ടാൻ കൂടിപ്പോയോന്നും ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും എനിവേ വന്നവരെ അതിഥി ദേവോ ഭവ എന്നല്ലേ, വന്നവരെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെ കണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ഗസ്റ്റ് വന്നു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ, ഗസ്റ്റുകളുടെ ബഹളമാണ് ഓണം കഴിഞ്ഞ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന്. അമ്മയുടെ അനിയത്തിയും മോനും വന്നു. അപ്പം ഈ ലത ആൻറ്റി എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, ആൻറ്റി ഒന്ന് മേക്ക് ഓവർ ചെയ്ത് തരുമോ, ഒന്ന് ജസ്റ്റ് ഒരുക്കി കാണിക്കുമോന്ന്. ഞാനപ്പം നമ്മുടെ കണ്ട ആൻറ്റിയാണ് കേട്ടോ ഈ രീതിയിൽ ഒരുക്കിയത്. പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പറയുകയും ചെയ്തു, ഒരുങ്ങിയൊക്കെ നടന്ന എന്ത് സുന്ദരിയാണ് കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ചെറുതായിട്ട് ഹെയറൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ യാത്ര അയച്ചു. നമ്മൾ വൈകിട്ടായോ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേനും അവർ നമ്മൾ വണ്ടിയിൽ റെഡിയാക്കി അവരെ പൂട്ടിക്കെട്ടി പറഞ്ഞു വിട്ടു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞതാ, ഒരു ദിവസമെങ്കിലും നിൽക്കുമെന്ന്. പക്ഷെ അവർക്ക് എന്തൊക്കെയോ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞു പേഴ്സണലി. സോ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അവരിങ്ങനെ നിന്നായിരുന്നെങ്കിൽ മൊത്തത്തിൽ ജോളിയായിരുന്നു. സത്യത്തിൽ നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ ഡേ. ഒരുപാട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മയുടെ അനിയത്തി മോനുമാണ് വന്നത്. അപ്പോൾ ഇവരെയും കൂട്ടിയിട്ടും നമ്മൾ എവിടെ പോവാന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം എവിടെയാന്ന്. അപ്പോൾ സെയിം സ്ഥലം തന്നെ, സെയിം സ്പോട്ടിൽ പോവാണ്. അവിടെ പോയിരുന്നിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു, പിന്നെ കുറേ കാറ്റൊക്കെ കൊണ്ട് കുറേ പഴയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നല്ല രസമാണ് പൊതുവെ ഇവിടെ നിന്ന് സംസാരിക്കാനൊക്കെ കേട്ടോ. പിന്നെ ആ ഒരു സംഭവം നടന്നതായതുകൊണ്ട് അങ്ങനെ അധികം പേര് പോയി ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വീടിന് കുറച്ച് താഴെയാണ്. നമ്മൾ എന്തായാലും പോയി ഇവിടെ ഇരിക്കും കേട്ടോ. ആര് വന്നാലും ഇപ്പോൾ നേരെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം ഇതാട്ടോ. നല്ല രസമല്ലേ.
അങ്ങനെ വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മേളിൽ വന്നു. എല്ലാവരും ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കുന്നതും വർത്താനം പറയുന്നതും ഒക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുണ്ടായിരുന്ന സെയിം ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അതെല്ലാം എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷം. ഞാൻ നോക്കട്ടെ, ആൻറ്റിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് അധികം എടുത്തില്ലായിരുന്നു. ഞാൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി സിമ്പിളാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ബ്ലാ പറയുന്നതിനിടയിൽ നിങ്ങൾക്ക് വന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ, ഞാനത് ക്ലിയർ ചെയ്യാം. ഓൾറെഡി ഞാൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും സെയിം ഒക്കെ തന്നെയാണ്. ഇത് എൻ്റെ ഒരു രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രാവശ്യത്തെ വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ടോ അതല്ലെങ്കിൽ നല്ലൊരു വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ആൻഡ് നമ്മൾ 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഫാമിലി. അപ്പോൾ ഐ എം സോ ഹാപ്പി. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ് യു. സീ യു സൂൺ.